ഈ പൈൽസ് ഉള്ളവർക്ക് മിക്കവാറും എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കോൺസ്റ്റിപ്പേഷൻ ഭയങ്കരമായിരിക്കുമെന്ന്. തീർച്ചയായും. അപ്പോൾ അത് ഇത് ഈ പൈൽസ് ഉള്ളിടത്തോളം അത് അങ്ങനെ തന്നെ ആയിരിക്കത്തില്ലേ? പൈൽസ് ഉള്ളപ്പോൾ കാരണം ഈ കോൺസ്റ്റിപ്പേഷൻ നമുക്ക് കാരണങ്ങൾ കാണും. നമ്മൾ വ്യക്തമായ ഹിസ്റ്ററി ആ പേഷ്യൻറ്റിൽ നിന്ന് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പം സ്ഥിരമായി ഇരുന്ന് ജോലി ചെയ്യുന്നവർ, ഇപ്പോൾ ഒരു ക്ലറിക്കൽ ജോലി ചെയ്യുന്നവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കും. ചിലപ്പോൾ അവർ ഇരുന്നുകൊണ്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ചായയോ കാപ്പിയോ ഒക്കെ കഴിക്കണം. ഒരു IT കമ്പനിയൊക്കെ ഉള്ളവർ അടുത്തൊക്കെ മെഷീൻസ് കാണും. അപ്പോൾ ഇരുന്ന കസേരയിൽ നിന്ന് എണീക്കുക പോലുമില്ല. അപ്പോൾ കോൺസ്റ്റൻറ്റ് സെഡൻറ്ററി വർക്കായിട്ടുള്ള, അതായത് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ പെറക്റ്റൽ എക്സാമിനേഷൻ കൊണ്ടേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പെറക്റ്റൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേഷ്യൻ്റ് വന്ന് പറയും എനിക്ക് മോഷൻ പോകുമ്പോൾ തള്ളി വരും, പക്ഷേ പോർഷൻ പോയി കഴിയുമ്പോൾ അതങ്ങ് തന്നെ പൊയ്ക്കോളും. പാരമ്പര്യമുണ്ടോ? തീർച്ചയായിട്ടും പാരമ്പര്യം ഉള്ള ആൾക്കാർ വരണമെന്നില്ല, വരാൻ ചാൻസ് മറ്റുള്ളവരെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ളവർ സൂക്ഷിക്കണം. കാരണം അവരുടെ ഒരു ജനറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഹാരവും ഇതൊക്കെ, ഇപ്പോൾ അച്ഛന് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മകൾക്കോ മകനോ വന്നുകൂടായികയില്ല. അവർക്ക് വയറിൽ പ്രശ്നം ഉണ്ടാവും, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് കോൺസ്റ്റിപ്പേഷൻ സ്ഥിരം ഉണ്ടാവാം. ശോധന ചെയ്യുക. അത് ഈ പൈൽസ് ഉള്ളവർക്ക് മിക്കവാറും എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കോൺസ്റ്റിപ്പേഷൻ ഭയങ്കരമായിരിക്കുമെന്ന്. തീർച്ചയായും. അപ്പോൾ അത് ഇത് ഈ പൈൽസ് ഉള്ളിടത്തോളം അത് അങ്ങനെ തന്നെ ആയിരിക്കത്തില്ലേ? പൈൽസ് ഉള്ളപ്പോൾ കാരണം ഈ കോൺസ്റ്റിപ്പേഷൻ നമുക്ക് കാരണങ്ങൾ കാണും. നമ്മൾ വ്യക്തമായ ഹിസ്റ്ററി ആ പേഷ്യൻറ്റിൽ നിന്ന് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പം സ്ഥിരമായി ഇരുന്ന് ജോലി ചെയ്യുന്നവർ, ഇപ്പോൾ ഒരു ക്ലറിക്കൽ ജോലി ചെയ്യുന്നവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കും. ചിലപ്പോൾ അവർ ഇരുന്നുകൊണ്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ചായയോ കാപ്പിയോ ഒക്കെ കഴിക്കണം. ഒരു IT കമ്പനിയൊക്കെ ഉള്ളവർ അടുത്തൊക്കെ മെഷീൻസ് കാണും. അപ്പോൾ ഇരുന്ന കസേരയിൽ നിന്ന് എണീക്കുക പോലുമില്ല. അപ്പോൾ കോൺസ്റ്റൻറ്റ് സെഡൻറ്ററി വർക്കായിട്ടുള്ള, അതായത് നമ്മൾ വിഹാരങ്ങളിൽ ഏറ്റവും അപ്പോൾ ഒരു അരമണിക്കൂർ, അപ്പോൾ എന്നും പറഞ്ഞ് നമുക്ക് ജോലി കളയാൻ പറ്റില്ല, നമ്മുടെ ജീവിതമാർഗ്ഗമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ ഓൾട്ടർ ചെയ്യുക, നമ്മുടെ ജോലി എങ്ങനെ ഇതൊന്നും വരാതെ ഇരിക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒന്ന് എണീച്ച് നിൽക്കാം, സർക്കുലേഷൻ ഒന്ന് ക്ലിയർ ആക്കാം, എന്നിട്ട് വീണ്ടും ഇരിക്കാം. അല്ലെങ്കിൽ ശൈലിയുമായിട്ട് നല്ല ബന്ധം. തീർച്ചയായിട്ടും നമ്മൾ ഡയബറ്റിക്കും പിന്നെ ഹൈപ്പർ ടെൻഷനും ഒക്കെ പറയുമ്പോൾ തന്നെയാണ് ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് പിന്നെ കൂടുതൽ ടെൻഷനുള്ളവർക്ക് പൾസ് വരും. തീർച്ചയായിട്ടും വരും. കാരണം നമ്മൾ ഈ 24 hours ഭയങ്കര ടെൻഷനായിട്ട് ജോലി ചെയ്യുന്നവർക്ക് നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് നടക്കില്ല. ഒരുപാട് അൺവാണ്ടഡ് എൻസൈംസ് നമ്മുടെ കുടലിലുണ്ടാവും. അങ്ങനെ നമുക്ക് കഴിക്കുന്ന ആഹാരം ഒന്നാമത് വിശപ്പുണ്ടാവില്ല. വിശന്ന് അത് കഴിച്ചാൽ പോലും അത് നല്ലോണം ദഹിക്കില്ല. അങ്ങനെ ദഹിക്കാത്ത ഭക്ഷണം എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ടോക്സിക് ആവും. അത് അവിടെ ഇവിടെ കിടന്നിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ആക്ച്വലി ഈ പൈൽസ് എന്ന് പറയുന്നത് എന്തുവാണ് ശരിക്കും? പൈൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പം അതിൻ്റെ ഡെഫിനിഷൻ കുറച്ച് മാറിയിട്ടുണ്ട്. എന്നാലും സാധാരണക്കാർക്ക് മനസ്സിലായി. നമുക്കിപ്പോൾ കാലിൽ വെരിക്കോസ് വെയിൻ വരില്ലേ, അതുപോലെ ഒരുപാട് രക്തക്കുഴലുകളുണ്ട്, വെയിൻസ് ഉണ്ട്, നെറ്റ്വർക്ക് ഓഫ് വെയിൻസ് ഉണ്ട് ഈ മലദ്വാരത്തിന് ചുറ്റും, അവിടെ ബ്ലഡ് സപ്ലൈ ചെയ്യാനായിട്ടുള്ള. അപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷർ കൊണ്ട് ഈ രക്തക്കുഴലുകൾ, വെയിൻസ് വീർക്കും. അങ്ങനെ വീർക്കുന്നതാണ് ഒരു പൈൽ മാസ്. അത് 3 മെയിൻ വെസൽസാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഈ 3 സ്ഥലത്ത്, അതായത് നമ്മൾ മലദ്വാരം ഒരു റൗണ്ടായിട്ട് എടുത്താൽ, സർക്കിൾ പോലെ എടുത്താൽ അതിൽ 3 o'clock, 7 o'clock, 11 o'clock ഈ 3 ഭാഗത്താണ് ഏറ്റവും വലുതായിട്ട് വരിക. മറ്റിടത്ത് വരില്ല എന്നല്ല, കമ്പാരിറ്റീവ്ലി സൈസ് കുറവായിരിക്കും. പക്ഷെ വലുതായിട്ട് വരുന്നത് ഈ 3 ഭാഗങ്ങളാണ്. ഈ രക്തക്കുഴലുകൾ കൂടുതലുള്ള ഈ 3 ഭാഗത്തും കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും കോംപ്ലിക്കേഷൻ നമ്മൾ ചികിത്സിച്ച് കറക്റ്റ് ടൈമിൽ ചികിത്സിക്കുക. ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹെവി ബ്ലീഡിങ് വരാം, പേഷ്യൻ്റ് അനീമിക് ആവാം, ഭയങ്കര ക്ഷീണം വരാം, പിന്നെ സാധാരണ ബ്ലീഡിങ് തൊട്ട് ക്യാൻസർ വരെ ഉണ്ടാവാം. ആയിക്കൂടാന്നില്ല. പൈൽസ് ഇപ്പോൾ ക്യാൻസർ ആവുമെന്ന് ചോദിക്കാം, ആവണമെന്നില്ല, പക്ഷെ ആയിക്കൂടാ എന്ന് പറയാനും പറ്റില്ല. ഫിസ്റ്റുലയെ കുറച്ചുകൂടെ ഒന്ന് വിശദീകരിക്കാം. ഫിസ്റ്റുല ഈ പറയണ പോലെ ഇച്ചിരി നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ അസുഖങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്, പക്ഷേ ഇത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് പേഷ്യൻ്റ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. കുറേ നാൾ അത് ഹൈ ഏനലാണെങ്കിൽ നമുക്ക് അപ്രോച്ചബിൾ അല്ല. ഇത് നമുക്ക് ലൈഫ് ടൈം ഇതിങ്ങനെ തന്നെ ഒരു പാഡും വെച്ച് നടക്കേണ്ട അവസ്ഥ വരും. മനസ്സിലായോ? ഇതെപ്പോഴും ഇങ്ങനെ പഴുപ്പും രക്തമായിട്ട് ഒലിച്ചുകൊണ്ടേയിരിക്കും. പേഷ്യൻസിന് ഭയങ്കര മെൻ്റൽ ടെൻഷൻ, ഡിപ്രഷനും വരെ പോവുകയാണ് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ക്ഷാരസൂത്രം എന്ന് പറഞ്ഞൊരു വളരെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഏതൊരു അന്യശാസ്ത്രത്തിൽ നിന്നും നമുക്ക് റെഫർ ചെയ്യുന്നതും ഈ ഒരു അസുഖത്തിലേക്കാണ്. കാരണം അതിലേറ്റവും കൂടുതൽ റെക്കറൻസ് ഇല്ലാതെ ചികിത്സിക്കാൻ പറ്റുന്ന ഈ ക്ഷാരസൂത്രം പ്രൊസീജിയർ കൊണ്ടാണ്. ഫിഷറാണെങ്കിലും
ഫിഷർ ഈ പറയുന്ന പോലെ അവിടെ പൊട്ടി ഉണ്ടാവുന്ന ഒരു വ്രണം അത്രേ ഉണ്ടാവുന്നുള്ളൂ. നമുക്ക് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. പക്ഷെ അനുഭവിക്കുന്ന ഇത് പേഷ്യൻസ് മൂന്നിലും കോംപ്ലിക്കേഷൻസ് കൂടുതലുള്ളത് കോംപ്ലിക്കേഷൻ മൂന്നിലും ഉണ്ട്. ഒരുപോലെയാണ്. പക്ഷേ നമുക്കത് കൂടുതൽ ബുദ്ധിമുട്ട് നമുക്ക് പോലും പേഷ്യൻറ്റിനോട് തോന്നുന്നത് ഫിസ്റ്റുല തന്നെയാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണെങ്കിൽ ബാക്കിയുള്ളതിലെല്ലാം പെയിൻഫുൾ ആണ്. പക്ഷെ അതിനൊരു ടൈം നമുക്ക് കൊടുക്കാൻ പറ്റും, ഇന്ന ടൈം കൊണ്ട് അത് മാറും. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. ലാസ്റ്റ് നമ്മൾ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും വീണ്ടും അടുത്തൊരു സ്ഥലത്ത് തുടങ്ങുന്നത്. അപ്പോൾ പേഷ്യൻറ്റിനെ സ്റ്റാർട്ടിങ് ഒന്നേന്ന് തുടങ്ങണം. അപ്പോഴത്തേനും പേഷ്യൻ്റ് മെൻ്റലി ഭയങ്കരമായിട്ട് വീക്കായിട്ടുണ്ടാവും. അവരുടെ അല്ലാത്ത പേഴ്സണൽ ലൈഫ് ഹാൻഡിൽ ചെയ്യണം, അവർക്ക് ജോലി ഉണ്ടെങ്കിൽ അത് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കും. അങ്ങനെ ഫുള്ളി ഡൗൺ ആവുന്ന ഒരവസ്ഥയാണ് ഞാൻ ഫിസ്റ്റുലയിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാവരെയും ഫിസ്റ്റുല വരുമ്പോൾ ആദ്യമേ ചികിത്സിക്കണം എന്ന് പറയുന്നത്. പിന്നെ ഈ ഫിഷറും ഫിസ്റ്റുലയിലോട്ട് മാറാം. അതുകൊണ്ട് ഫിഷർ കാണുമ്പോഴേ അത് ചികിത്സിക്കാൻ പറയും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പത്തോളജിക്കൽ. ഡോക്ടർ, ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ആൾക്കാർക്ക് ചില എടുത്ത അസുഖങ്ങളൊക്കെ ഡോക്ടേഴ്സിനോട് ഷെയർ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളവരാണ്. അപ്പം ഈ അസുഖവും അങ്ങനത്തെ തന്നെയാണ്, ആൾക്കാർക്ക് ഇതാണ്. അപ്പം ഈ ആയുർവേദത്തിന് ഇതിൽ 100% ഫലപ്രദമായ ഒരു ചികിത്സ തന്നെയാണോ പൈൽസിനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ ശുശ്രൂഷാചാര്യം നമുക്ക് 2 ഇത് തന്നിട്ടുണ്ട്, ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒന്ന് ശസ്ത്രകർമ്മവും ഒന്ന് അനുശസ്ത്രകർമ്മം. അത് ഇപ്പം കണ്ടംപററി സയൻസ് നോക്കുകയാണെങ്കിൽ അവർക്ക് പാരാമെഡിക്കലുണ്ട്, പാരാസർജിക്കൽ കുറവാണ്. എന്നുവെച്ചാൽ സർജറി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അതല്ലെങ്കിൽ അനുശസ്ത്രമുണ്ട്. ഇപ്പം അത് ഇഷ്ടമില്ലാത്തൊരാൾക്കാണെങ്കിൽ നമുക്ക് അനുശസ്ത്രം ചെയ്യാം. അതുപോലെ ഈ അനുശസ്ത്രം ചെയ്യുമ്പോൾ അനസ്തേഷ്യയുടെ അനാൽജസിക്കിൻ്റെ ആവശ്യമില്ല. അത് 100% ഫലപ്രദമാണോ? ഫലപ്രദം തീർച്ചയാണ്. കാരണം ഫിസ്റ്റുല വന്നാൽ ആരും അങ്ങനെ അത് പേഷ്യൻറ്റിനെ അക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കഴിച്ചോളൂ, ഇത് കൂടെ വന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് അവരെ നെഗ്ലക്റ്റ് ചെയ്യാറേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ പേഷ്യൻറ്റിനെ എടുത്ത് ക്ഷാരസൂത്രം ചെയ്ത് അത്രയും റെക്കറൻസ് ഇല്ലാതെ ആക്കണമെങ്കിൽ ആ ഒരു പ്രൊസീജിയറിന് അത്രയും ഇഫക്റ്റീവാണ്. അതിന് ഒരുപാട് സ്റ്റഡീസും റിസർച്ച് നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ട് വരികയാണ്. ഈ ശസ്ത്രക്രിയ കുറച്ച് സാധാരണ മനുഷ്യർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ഇതാണോ സാമ്പത്തികമായിട്ടുള്ള? തീർച്ചയായിട്ടും. ഇപ്പം പിന്നെ അനുശസ്ത്രകർമ്മത്തിലാണ് ഈ ഞാൻ പറയുന്ന പിന്നെ ക്ഷാരകർമ്മം, ക്ഷാരസൂത്രം ഒക്കെ ഉള്ളത്. അപ്പോൾ ലക്ഷങ്ങൾ മുടക്കി ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതിനെക്കാട്ടിയും വളരെ തുച്ഛമായിട്ടുള്ള ഒരു ആയുർവേദ കോളേജിൽ വരുമ്പോൾ അത് പൂർണ്ണമായിട്ടും നമ്മൾ പിന്നെ സൗജന്യമായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ആയുർവേദ കോളേജിൽ ഒരുപാട് പേഷ്യൻസും ഉണ്ട്. ഒരു ദിവസം തന്നെ 100-200 പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം നല്ല സുഖം പ്രാപിച്ച് പോകുന്നതുകൊണ്ടാണല്ലോ വീണ്ടും കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേഷ്യൻസ് വന്ന് വരികയും ചികിത്സിക്കുകയും ചെയ്യും. ഇപ്പം പ്രത്യേകിച്ചും ഡോക്ടർ തന്നെ പറഞ്ഞു, സ്ത്രീകളാണ് കൂടുതൽ രഹസ്യമായി ഈ അസുഖത്തെ വെക്കുന്നതെന്ന്. അവരോടുള്ള ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ ഈ അസുഖം സഹിച്ച് സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവാം. ഇന്നത്തെ ടെൻഷൻ പിടിച്ച ലൈഫിൽ ഡോക്ടർ തന്നെ പറഞ്ഞു ടെൻഷൻ ഇതിനൊരു പ്രധാന ഘടകമാണെന്ന്. അങ്ങനെയുള്ളവരോട് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ഒന്നേ ഉള്ളൂ, നമ്മൾ ഈ അസുഖം എന്നല്ല, ഏതൊരു അസുഖം വന്നാലും ആദ്യത്തെ സ്റ്റേജിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് നമുക്ക് കോംപ്ലിക്കേഷനേ ആവില്ല. ആ ഒരു 2-3 ദിവസത്തെ ഒരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ ബാക്കിലോട്ട് മാറി നിന്ന് സ്വയം ചികിത്സിച്ച് അല്ലെങ്കിൽ അടുത്തുള്ള ഒരാൾ ചികിത്സിച്ച് കണ്ട് അത് നമ്മൾ സ്വന്തമായി ചികിത്സിച്ച് അല്ലെങ്കിൽ നമ്മളായിട്ട് വേറെ ഒരു ശാസ്ത്രീയമല്ലാത്ത സാധനങ്ങളെ കൊണ്ട് നമ്മൾ സ്വയം ചികിത്സിക്കുക, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യം കോംപ്ലിക്കേഷനിലോട്ട് മാറുകയാണ്. നമുക്ക് വെറുതെ തുച്ഛമായിട്ട് ഉള്ള സമയം കൊണ്ട് വളരെ എഫിഷ്യൻ്റായിട്ട് മാറ്റാവുന്ന അസുഖം കോംപ്ലിക്കേഷനായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഏതൊരു അസുഖവും ഇനീഷ്യലി നമ്മൾ ചികിത്സിച്ചാൽ ശസ്ത്രക്രിയയുടെ ആവശ്യം തന്നെ ഇല്ല. നമുക്ക് മരുന്നിൽ ഇപ്പം പൈൽസ് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിച്ചാൽ 1 ആഴ്ചത്തെ 2 ആഴ്ചത്തെ ഇൻറ്റേർണൽ മെഡിക്കേഷനും പുറമേ വയ്ക്കാനൊരു ഓയിൻമെൻറ്റും കൊടുത്താലേ അത് മാറും. പിന്നെ നമുക്ക് പത്യാപത്തി പറഞ്ഞ പോലെ ആഹാരത്തിനും വിഹാരത്തിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് എന്തൊക്കെ കഴിക്കണം, അവർക്കൊരു ഡയറ്റ് ചാർട്ട് കൊടുക്കുകയാണ്, അവരെന്തൊക്കെ ചെയ്യണം, ജോലി ചെയ്തുകൊണ്ട് എങ്ങനെ അവർക്ക് അവരുടെ അസുഖത്തിനെ ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെ അവർക്ക് കൗൺസിൽ ചെയ്യുമ്പോൾ അവർക്ക് പകുതി ആശ്വാസം അതിൽ തന്നെ കിട്ടും. പലരും ആയുർവേദത്തിലേക്ക് വരാൻ ആയുർവേദ ചികിത്സ ഇഷ്ടമായിരിക്കും, പക്ഷെ അതിലേക്ക് വരാൻ അവർക്ക് ബുദ്ധിമുട്ട് തോന്നുക മിക്കവാറും ഈ പഥ്യം എന്ന് പറയുന്ന വാക്ക് തന്നെയാണ്. അപ്പോൾ വളരെ നമുക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പഥ്യങ്ങളാണോ ഈ? തീർച്ചയായിട്ടും അല്ല. പഥ്യം എന്ന് വെച്ചാൽ പതിഹിതം, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ആഹാരവും
ത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ അത് വിവരിക്കാവോ? തീർച്ചയായിട്ടും. ഇപ്പം എല്ലാവരും ചോദിക്കാറുണ്ട്, കുട്ടികൾ പ്രത്യേകിച്ച് കോളേജ് പോകുന്ന പിള്ളേരൊക്കെ വന്നിട്ട് ഫിഷറിൻ്റെ അസുഖത്തിന് വന്നിട്ട് പറയും ആയുർവേദ മരുന്ന് കഴിക്കാം ഡോക്ടറെ, പക്ഷേ എനിക്ക് ചിക്കൻ കഴിക്കണം. അപ്പം ചിക്കനല്ല പ്രശ്നം. ചിക്കൻ്റെ കൂടെ നമ്മൾ ചിക്കൻ ഒരു ദിവസം വീട്ടിൽ വെച്ചാൽ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? ചിക്കൻ കറി മാത്രം കൂട്ടി കഴിക്കും. അതിൻ്റെ കൂടെ കുറച്ച് സാലഡ് കൊടുക്കുക. അവരുടെ പേരൻസിനോട് പറയും ചിക്കൻ കഴിച്ചോട്ടെ, കുട്ടികളാണ്, നമ്മൾ ഭയങ്കര റെസ്ട്രിക്ഷൻ പറയാൻ പാടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ വെളിയിൽ പോകുന്നവർ, യാത്ര ചെയ്യുന്നവർക്കൊന്നും നമുക്ക് പഥ്യം പറഞ്ഞാൽ അവർക്ക് അതൊരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പം എങ്ങനെ അതൊക്കെ നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് എന്നാൽ നല്ല രീതിയിൽ മോഷൻ പോകാനുള്ള രീതിയിൽ നമുക്ക് ഡൈജഷനും ഒക്കെ പ്രോപ്പർ ആവാം എന്നുള്ള രീതിയിൽ അവരെ കൗൺസിൽ ചെയ്യണം. ഇപ്പം ഫൈബർ ഫുഡ് കഴിക്കാൻ പറയും. ഫൈബർ എന്ന് പറഞ്ഞാൽ ഇപ്പം മാംസത്തിലും ഫൈബർ ഉണ്ട്, പക്ഷേ മാംസം കഴിക്കണ്ടെന്ന് പറയുന്നു. പിന്നെ വെജിറ്റബിൾസിലും ഫൈബർ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഫൈബറിൻ്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, മാംസത്തിലെ ഫൈബർ ഫുൾ ഡിസോൾവ് ആയി അങ്ങ് പോകും. എന്നാൽ പച്ചക്കറിയിലുള്ള അടങ്ങിയിട്ടുള്ള ഫൈബേഴ്സ് അത് കുറച്ച് നമുക്ക് ബൾക്കിനെസ്, അതായത് മലത്തിലും ബൾക്കിനെസ് കൊടുക്കും. അതെല്ലാം ഡൈജസ്റ്റ് ആവില്ല. അതുകൊണ്ടാണ് ഈ പച്ചക്കറിയിലും ഫ്രൂട്ട്സിലും ഉള്ള കൂടുതൽ കഴിക്കുമ്പോൾ അതിനകത്തുള്ള ഫൈബർ വന്നിട്ട് നമുക്ക് മോഷൻ, ഈ കുടലിന് സ്വാഭാവികമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഉണ്ട്. അത് വേണമെങ്കിൽ ഈ ബൾക്കിനെസ് വേണം മോഷന്, അല്ലാതെ ഇരുന്ന് ആ ഒരു മൂവ്മെൻറ്റ് വരില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മലം പോയി താഴോട്ട് എത്തണമെങ്കിൽ അതിന് ഈ ഒരു സാധനങ്ങളെല്ലാം മലത്തിൽ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫൈബർ ഫുഡ് കഴിക്കൂ എന്ന് പറയുന്നത്. എന്നും പറഞ്ഞ് നമുക്ക് മുട്ട കഴിക്കാം, ചിക്കൻ കഴിക്കാം, മട്ടൺ കഴിക്കാം, എല്ലാം കഴിക്കാം. പക്ഷേ അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഫൈബർ, ഒരു ദിവസം ചിക്കൻ കഴിച്ചാൽ ഒരു കപ്പ് സാലഡ് കഴിക്കാൻ ശ്രമിക്കണം. അപ്പം നമുക്കത് ബാലൻസ്ഡ് ഡയറ്റായിട്ട് കൊണ്ടുപോകാം. അല്ലാതെ പഥ്യം ഒരിക്കലും നമ്മൾ ഇമ്പോസ് ചെയ്യരുത്, നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരരുത്. അങ്ങനെ മാത്രമേ ഇപ്പോൾ ഉള്ള എല്ലാ ഡോക്ടേഴ്സും നമ്മളായാലും പേഷ്യൻസിനോട് പറയാറുള്ളൂ. ഡോക്ടർ, ഇതിപ്പോൾ വേദനാജനകമായ ഒരു സർജറി തന്നെയാണ്, കാരണം ഏറ്റവും മർമ്മപ്രധാനമായ ഒരു സ്ഥാനത്ത് തന്നെയാണ്. അപ്പോൾ ഇത് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, പ്രായം കൂടുന്തോറും. പ്രായം കൂടുമ്പോൾ പോലും ചെയ്യാൻ പറ്റുന്നതാണ് ശരസൂത്രം. ഇപ്പോൾ ഒരു 70 വയസ്സ് കഴിഞ്ഞാൽ എന്തെങ്കിലും COPD അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ കംപ്ലയിൻസോ കാർഡിയാക് പ്രോബ്ലം ഉണ്ടെങ്കിൽ അനസ്തേഷ്യ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത്തരം ആൾക്കാരെ മാറ്റി നിർത്തും. സർജിക്കൽ ഡിസീസ് ആണെങ്കിൽ പോലും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, കാരണം അവർക്ക് അനസ്തേഷ്യ കൊടുക്കാൻ പറ്റില്ല, കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. നമുക്ക് വേദന കംപ്ലീറ്റ് ട്രാക്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫിസ്റ്റുലയാണെങ്കിൽ നമ്മൾ പ്രോബ് ചെയ്യുമ്പോൾ വലിയ പെയിനൊന്നുമല്ല. അല്ലെങ്കിൽ അത് നമുക്ക് ത്രെഡ് മാറ്റാൻ സുഖമായിട്ട് പറ്റും. അത് സഹിക്കാൻ പറ്റാത്ത വേദനയല്ല. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ, നമുക്ക് ആയുർവേദത്തിൽ വേദന സംഹാരികൾ ഇല്ലാത്തതാണ് പല സർജറികൾക്കും ബുദ്ധിമുട്ടാവണേന്ന്. അപ്പം ഇത് വളരെ വേദനാജനകമായ ഒരു സർജറിയാണ്. അപ്പോൾ ഇവർക്ക് ഈ വേദനാ സംഹാരികൾക്ക് പകരം എന്താണ് അവർക്ക് കൊടുക്കുന്നത്? വേദനാ സംഹാരി എന്ന് പറഞ്ഞാൽ സഡൻ ഒരു അനാൽജസിക് ഇഫക്റ്റ് കിട്ടുന്നതില്ല. പക്ഷെ അല്ലാതെയുണ്ട്. അല്ലാതെ അതിനോടൊപ്പം നിൽക്കുന്ന കുറേ മെഡിസിൻസും ഓയിൻമെൻറ്റ്സും സിറ്റ്സ് ബാത്തും ഒക്കെ നമ്മളതിന് ഇത് അഡ്വൈസ് ചെയ്യാറുണ്ട്. പിന്നെ ആരും അങ്ങനെ ഭയങ്കരമായിട്ട് പെയിൻ പറയാറുമില്ല. പെയിനുണ്ട്, പക്ഷെ അത് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള മെഡിസിൻസ് നമ്മൾ ആയുർവേദത്തിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് മരുന്ന് വെച്ചിട്ടുള്ള സിറ്റ്സ് ബാത്തുകൾ ഇങ്ങനെയൊക്കെ ഉള്ളതാകുമ്പോൾ പേഷ്യൻസും പറയാറുണ്ട്, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ, വേറെ പ്രശ്നമില്ല, എങ്ങനെയെങ്കിലും ഈ അസുഖം മാറ്റി തന്നാൽ മതി. അപ്പോഴത്തെ അവരുടെ മെയിൻ ഇഷ്യൂ അതായിരിക്കും, എങ്ങനെയെങ്കിലും ഈ അസുഖം മാറണം. ഇച്ചിരി കുഴപ്പമില്ലാത്ത വേദനയാണെങ്കിൽ അവർ സഹിച്ചോളൂ. ഇത് വളരെ സിവിയർ ആയതിനു ശേഷം കൊണ്ടുവരാറുണ്ടല്ലോ? തീർച്ചയായിട്ടും. ഇപ്പം ഹൈ അയനലാണെങ്കിൽ പോലും ഒരു 2-3 മാസം കൊണ്ട് മാറ്റും. ഈ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ, കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അത്രയും സമയമെടുക്കും. ചില കേസസൊക്കെ 6 മാസം വരെ ത്രെഡ് ചേഞ്ച് ചെയ്യേണ്ടി വരും ഹൈ അയനലാകുമ്പോൾ. അപ്പം അങ്ങനെയുള്ള നല്ല വേദന. അപ്പം അങ്ങനെയുള്ളവർക്ക് ലോക്കൽ അനസ്തേഷ്യ കൊടുത്താലേ പറ്റുള്ളൂ. പക്ഷേ അല്ലാത്ത ലോ അനൽ ഫിസ്റ്റുല അല്ലാതെ തന്നെ ചെയ്യാം. അത് ചില കണ്ടീഷനിൽ അങ്ങനെ കൊടുത്തും നമ്മൾ ചെയ്യാറുണ്ട്. എഫിഷ്യൻ്റായിട്ടത് എത്രയോ സ്ഥലത്ത് പോയി ഓപ്പറേറ്റ് ചെയ്തിട്ട് വന്നിട്ട് കോംപ്ലിക്കേഷനായി മൾട്ടിപ്പിൾ ഫിസ്റ്റുലയായിട്ട് വന്നിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്ത് കംപ്ലീറ്റ് ക്യൂറായി പോയി ഇന്ന് വരെയും ഫോളോ അപ്പിന് ഒന്നും വരാതെ അവർ റെക്കറൻസ് ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരുപാട് പേഷ്യൻസാണ്. അവരൊക്കെയാണ് കൂടുതലും ആൾക്കാരെ വായ കൊണ്ടാണ് കൂടുതലും പ്രൊമോഷൻ കൊടുക്കുന്നത്. കാരണം ഒരു പ്രാവശ്യം വന്നൊരാൾക്ക് അവർക്കറിയാം, എല്ലായിടത്തും പോയി അവർ സഹിയിട്ട് ഇനി വേറെ ഇതിലും കൂടെ ഒന്ന് നോക്കിയിട്ട് പ്രശ്നമാണെങ്കിൽ ഞങ്ങൾ മരിക്കും എന്നുള്ളൊരു രീതിയിൽ അത്രയും വേദനയാണ്.
അപ്പോൾ അങ്ങനെ ഒരുപാട് പേഷ്യൻസ് സുഖമായിട്ട് പോകുന്നുണ്ട്. ഇത് ഇങ്ങനെ മറച്ചു വെച്ച് ജീവിക്കുന്ന പേഷ്യൻസിനോട് ഡോക്ടർ അഡ്വൈസ് എന്താണ്? ഇതാണ്, ഇത്രയും കോംപ്ലിക്കേഷൻ ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ വേറെ നമ്മുടെ സാധാരണ ജോലി പോലും, നമ്മുടെ വീട്ടുകാരുടെ കാര്യം പോലും നോക്കാൻ പറ്റാതെ ഒരുപാട് പേര് സഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം ആയുർവേദത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ചെറിയ ചെറിയ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ടും കിട്ടി സന്തോഷമായിട്ട് മടങ്ങാനും പറ്റും. ഇത്രയും തിരക്കുള്ള ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടിക്കിടയിൽ DNA വന്ന് ഞങ്ങൾക്ക് ഇത്രയും വിലയേറിയ ഉപദേശങ്ങൾ തന്ന ഡോക്ടർക്ക് നന്ദി. താങ്ക് യു.